മേലിൽ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. ആ പോടാ. അമ്മേ, നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം വ്യക്തമാണല്ലോ, മറന്നുപോകരുത്. പിന്നെ വ്യക്തമാവാതെ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ കൊണ്ടുപോകുന്നേന്ന് നീ കണ്ടോ? ഇത് അപർണയുടെ വീട്ടുകാരല്ലേ? ഇതാരാ? നമ്മുടെ സുധാമണി ചേച്ചിയുടെ മരുമോളുടെ വീട്ടുകാരല്ലേ അപർണയുടെ? അതെ. എന്തായാലും അപർണ മോളെ പോലെ ഒരു മരുമോളെ ഈ കോളനിക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. എന്താ ഒരു ഗുരുത്വം, എന്താ ഒരു സ്നേഹം, എന്താ ഒരു ഐശ്വര്യം. അല്ല, ഇത് അപർണ മോളുടെ? ഞാൻ അച്ചമ്മ, തെക്കേപ്പുരയ്ക്കൽ മാളിക വീട്ടിലെ സരോജിനി അമ്മ. അമ്മേ, അമ്മയുടെ ആ തേജസ്സും ഐശ്വര്യവും ഒക്കെ കണ്ടാൽ അറിയാം ഏതോ വലിയ വീട്ടിലെ ആളാണെന്ന്. അയ്യോ, ഈ ഒരു ഐശ്വര്യം തന്നെയാ അപർണ മോൾക്കും കിട്ടിയിരിക്കുന്നത്. അപർണയുടെ ദാനശീലവും അച്ഛമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നല്ലേ? അപർണയുടെ ദാനശീലം? ആ, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്ന സ്വർണം മുഴുവനും അമ്മായിമ്മയ്ക്ക് കൊടുക്കുമല്ലേ നമ്മുടെ സുധാമണി ചേച്ചിക്ക്. സ്വർണം സുധാമണിക്ക് കൊടുത്തെന്നോ? ആ, ഞാൻ പറഞ്ഞില്ലേ സ്നേഹമുള്ള കുട്ടി അപർണന്ന്. പാവ സുധാമണി ചേച്ചി മൂക്കറ്റും കടത്തില്ലല്ലേ. ഒരു മുക്കുമണ്ട വാങ്ങാനുള്ള പാങ്ങ് പോലും ഇപ്പൊ ഇല്ല. ആ, അപ്പോഴല്ലേ പവൻ പവനായിട്ട് മരുമോൾ അമ്മായിയമ്മയ്ക്ക് സ്വർണം കൊണ്ട് കൊടുക്കുന്നത്. അതെ, ഈ കോളനിയിൽ ചില അസൂയക്കാരുണ്ട്. അവര് പറയുന്നതേ അപർണയുടെ സ്വർണം മുഴുവനും സുധാമണി ചേച്ചി അടിച്ചു മാറ്റുന്നാ. അയ്യോ, എന്നോട് ആരൊക്കെ ഇത് ചോദിച്ചു. ഞാൻ അവരോടൊക്കെ തിരിച്ചു ചോദിച്ചു. അല്ല, അടിച്ചു മാറ്റി തന്നെ എന്താ ഇപ്പൊ കുഴപ്പം? സ്വന്തം മരുമോളുടെ സ്വർണ്ണ അല്ലേ? ഒന്നുമില്ലെങ്കിലും സുധാമണി ചേച്ചി അപർണയുടെ അമ്മായിയമ്മയല്ലേ? അപ്പൊ പിന്നെ സാരമില്ലെന്നേ. ഓ, പാവം സുധാമണി ചേച്ചി. കോളനിക്കാരുടെ കുത്തുവാക്ക് കാരണം ബാക്കി സ്വർണ്ണമൊക്കെ എവിടെയോ മാറ്റി വെച്ചിരിക്കുക. പാവം, ഇപ്പൊ കയ്യിൽ ഒറ്റ വളയേ ഉള്ളൂ. ഒക്കെ അസൂയ കൂട്ടങ്ങളാന്നേ. ദൈവമേ, സത്യത്തിൽ എനിക്ക് അപർണയോട് അസൂയാന്നേ. 100 ആളുടെ പണി ചെയ്താലും മുഖത്ത് എപ്പോഴും സന്തോഷാ. അതെ, വെള്ളം കോരും, തുണി അലക്കും, തറ തുടയ്ക്കും. ഞാൻ ചോദിക്കും അപർണയ്ക്ക് മടിക്കില്ലേ എന്ന്. അപ്പൊ ഒന്നും പറയാതെ ഒരു ചിരി അങ്ങ് ചിരിക്കും. ചിരിന്ന് വച്ചാ കരച്ചില് പോലത്തെ ചിരി. യാമിനി, നീ വന്നേ, ഇപ്പൊ തന്നെ ചോദിക്കാം. അയ്യോ അയ്യോ ചേച്ചി, ഞാൻ നല്ല കാര്യങ്ങളാ പറഞ്ഞത്. എന്നാലും എന്റെ വായിന്ന ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞേക്കല്ലേ. അയ്യോ, ആ സുധാമണി ചേച്ചി അറിഞ്ഞാ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല. വാ അമ്മേ, വാ. പതിയെ. എന്തൊരു സംതൃപ്തി. പാര നന്നായി ഏറ്റിട്ടുണ്ട്. ഹലോ മോനെ, ഞാൻ സുധാമണിയാ. ഓർഡർ ചെയ്ത ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടേ. വേഗം വന്നോ. ശരി. കാശിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. അയ്യോ, ഇതാരാ ഇത്? വരൂ വരൂ. ബാലു, അപർണ, ഇതാരാ വന്ന നോക്കിയേ. ഇരിക്കും. അപർണയുടെ അങ്കിൾ ഇരിക്കും. ആ പെങ്കൊച്ചു പറഞ്ഞതുപോലെ സുധാമണിയുടെ കയ്യിലും കഴുത്തിലും ഒന്നും അത്രയും സ്വർണം കാണുന്നില്ലല്ലോ. കൊറേ അവര് പൂഴ്ത്തി കാണും. മടി കനുണ്ടായ പോരെ. മമ്മി, അച്ഛമ്മ, മമ്മി, ബാലു, ബാലു എന്ന് പറഞ്ഞേ. ഇവിടെ വെള്ളം കോരാനാണോ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് അയച്ചത്? വിവാഹം ചെയ്ത് വന്ന് കയറിയില്ല, അതിനു മുമ്പ് തന്നെ അവളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയല്ലേ?
വാ. ഇവിടെ അടുത്തവരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. നിങ്ങൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയായിരിക്കും അല്ലേ? ആ അതെ. ഇന്ന് നേരത്തെ തന്നെ വെള്ളം കോരി കഴിഞ്ഞോ മോളെ? എത്ര കുടം കോരി? അയ്യോ, ഇവിടെ എപ്പം വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ കഴിഞ്ഞു. അപർണയ്ക്കാണെങ്കിൽ പുറത്തുനിന്ന് വെള്ളം കോരാതെ ഉറക്കം വരില്ലെന്നായി. ആ പിന്നൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് എന്തായാലും ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടൂ, അല്ലേ അമ്മേ? പിന്നല്ലാണ്ട് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും അങ്കിളിനും എല്ലാം എന്താ ഇഷ്ടം എന്ന് പറയും. അമ്മയുടെ അടുക്കളയിൽ കയറി 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാക്കാം. അയ്യോ വേണ്ട, ആഹാരം ഒന്നും വേണ്ട. അയ്യോ പറ്റില്ല പറ്റില്ല, ആഹാരം കഴിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റൂല. ഇതാർക്കാ ഈ ഫുഡ് കാരിയർ? ഇതൊരു ചെറിയ കാറ്ററിംഗ് ഓർഡർ കിട്ടിയതാ. കുറച്ചാക്കുള്ള ഇഡ്ഡലിയും സാമ്പാറും വടയും അതെടുക്കാൻ ഇപ്പൊ ആള് വരും. സുധാമണിക്ക് ഇതങ്ങ് നിർത്തിക്കൂടെ? ഇതിന്നൊക്കെ നക്കാപ്പിച്ച പൈസയല്ലേ കിട്ടൂ. അയ്യോ ആന്റി, ആ നക്കാപ്പിച്ച പൈസ കൊണ്ടാ അമ്മ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. ഈ ജോലി അമ്മ എന്തു വന്നാലും ഉപേക്ഷിക്കില്ല. അയ്യോ സാരമില്ല. എന്റെ കൈ തട്ടിയതാ. ഒന്നാമത് മുറിയൊക്കെ ചെറുതായതുകൊണ്ട് കൈ ഒന്ന് അനങ്ങിയ എവിടെയെങ്കിലും ഒക്കെ തട്ടുകയും മുട്ടുകയും ചെയ്യും. അമ്മേ തുണി ഇതാ, ഞാൻ തുടയ്ക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തുടച്ചോളാം. അമ്മേ സുധ ചേച്ചി, ഞാൻ വന്നു. ഫുഡ് എടുത്തോ? അയ്യോ മോനെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാമ്പാർ റെഡി ആയിട്ടില്ല. സാമ്പാർ റെഡി ആയില്ലെന്നോ? എന്താ ചേച്ചി ഇത്? ചേച്ചി ഇതിപ്പോ പണിയാവുമല്ലോ. ആ അത് മോനെ കൈ തട്ടി കളഞ്ഞു പോയതാ. സാമ്പാറ് ഏതെങ്കിലും ഒരു കടയിന്ന്. സാമ്പാർ മാത്രം കടയിൽ നിന്ന് വാങ്ങാൻ അത് പറ്റില്ല ചേച്ചി. മോളെ, അങ്ങനെ കറി മാത്രമായിട്ടൊന്നും വേറെ കിട്ടൂല. എല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോളാം. ചേച്ചി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പോവുക. അയ്യോ അപ്പോ അതിരാവിലെ എണീറ്റ് ഇത്രയും പണിയെടുത്തത് വെറുതെ ആയി അല്ലേ അമ്മേ? ഓ അതൊന്നും സാരമില്ല, ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും. സുധാമണി, വാഷ്റൂം എവിടെയാ? ടോയ്ലറ്റ് എവിടെയെന്നാ ചോദിച്ചേ? ഈ റൂമിലാ. അച്ഛമ്മ വാ. അച്ഛമ്മ ടോയ്ലറ്റ്. കഷ്ടം, ടോയ്ലറ്റ്. എന്റെ പൊന്നു മക്കളെ, നീ ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? നിന്റെ വീട്ടിലെ ടോയ്ലറ്റ് ഇതിനേക്കാൾ എത്രയോ വലുതാ. അച്ഛമ്മേ. ശരി, മക്കള് പോയിക്കോ. ചെല്ല്. ബാത്റൂമിനകത്ത് കയറുമ്പോ പടിയിൽ കാല് വെച്ചപ്പോ വഴുതി വീണു. അത് ഐഡിയ. അങ്ങനെ ചെയ്യാം. ബാത്റൂമിനകത്ത് കയറാൻ കാല് വെച്ചപ്പോ മലർന്നു വീണു. അയ്യയ്യേ, അത് വേണ്ട. ബാത്റൂമിനകത്തേക്ക് കാല് വെച്ചപ്പോ ചരിഞ്ഞു വീണു. അത് കൊള്ളാം. അയ്യോ എന്റെ അമ്മ, എന്റെ നടുവേ, ഞാനിപ്പൊ ചത്തുപോവേ. അയ്യോ ഇവിടെ ആരും ഇല്ലേ? അയ്യോ 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 എന്നെ പിടിക്ക. അയ്യോ അയ്യോ എന്റെ നടുവേ.
ഞാൻ ഈ ബാത്റൂമിനകത്തേക്ക് വലത് കാലൊന്ന് വെച്ചതേ ഉള്ളൂ. ഞാനേ വഴുതി പോയി മക്കളെ. അയ്യോ എന്റെ നടുവൊടിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ ആ പടിയിലെ വായല് പിടിച്ച് കിടക്കുകയായിരുന്നു. അയ്യോ അയ്യോ അയ്യോ. ബാലു ഒരു വണ്ടി വിളിക്ക്. നമുക്ക് അമ്മയെ ആസ്പത്രി കൊണ്ടുപോവാം. അതെ. വണ്ടിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യം അമ്മ എടുത്ത് കട്ടിലേക്ക് കിടത്താം. ആ ബാലു പിടിക്ക്, പിടിക്ക്. അയ്യോ അയ്യോ പതുക്കെ, പതുക്കെ. അയ്യോ ഒന്നുമില്ല അച്ഛമ്മേ, പതുക്കെ. അയ്യോ എന്റെ നടുവേ. സൂക്ഷിച്ച്. അയ്യോ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് കൊണ്ടോ. അയ്യോ എന്റെ അമ്മോ ഞാൻ ചത്തേ. അച്ഛമ്മേ. അയ്യോ 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 അയ്യോ. പതുക്കെ. അയ്യോ അമ്മേ അയ്യോ അയ്യോ ഞാൻ ചത്തേ എന്റെ അമ്മോ. അയ്യോ അപർണ, അച്ഛമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എനിക്ക് അയ്യോ വേണ്ട, എനിക്ക് അനങ്ങാൻ പറ്റൂല. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കിടന്നാ മതി. എനിക്ക് ആശുപത്രി പോണ്ടേ. മമ്മി, അച്ഛമ്മയ്ക്ക് ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? നമുക്ക് ആംബുലൻസ് വരുത്താം, ആശുപത്രി കൊണ്ടുപോവാം. അതാ അയ്യോ നല്ലത്. വേണ്ടേ. അയ്യോ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റൂലേ. അച്ഛമ്മ. മോളെ അച്ഛമ്മ ഒന്ന് കിടക്കട്ടെ. അമ്മേ, അമ്മ എന്തു പറയുന്നു? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. വീടൊക്കെ എപ്പോഴും കഴുകി വൃത്തിയാക്കിയിടണേ. അല്ലെങ്കിൽ വഴുക്കല് ചറക്കല് ഇതുപോലെ മലർന്നടിച്ച് വീണ് നട്ടല്ലൊടിയുവേ. അയ്യോ അപർണ, ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകണോ അതോ വേണ്ടേ? അത് പറ. അമ്മയുടെ രീതികൾ വെച്ച് ഞാനൊരു കാര്യം പറയാം. എന്താ? യാമിനിക്ക് ഓർമ്മയുണ്ടോ? മുമ്പ് പല പ്രാവശ്യവും അമ്മ വീണിട്ടുണ്ട്. അപ്പോഴൊന്നും ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. ശരിയാ. ആ 2 ദിവസം ഫുൾ റെസ്റ്റ് എടുത്താ അമ്മ ഓക്കെ ആവും. അത് നേരാ. പക്ഷേ അമ്മ എങ്ങനെ വീട്ടിലേക്ക് മാറ്റും? എന്തിനാ വീട്ടിലേക്ക് മാറ്റുന്നേ? അമ്മ ഇവിടെ കിടന്നോട്ടെ എന്ന്. അയ്യോ വേണ്ടേ, എനിക്ക് ഈ ഗുഹയിൽ കിടക്കണ്ടേ. ഞാൻ ശ്വാസം മുട്ടി ചത്തുപോവേ. അയ്യോ അമ്മേ, അമ്മ പറയുന്നത് നേരാ. അമ്മയ്ക്കിവിടെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഈ അവസ്ഥയിൽ ഒരു യാത്ര ശരിയാവില്ല. അമ്മ ഇവിടെ നിക്കട്ടെ. അമ്മക്ക് ഒരു കുറവും വരാതെ നമ്മൾ നോക്കിക്കോളാം. തുറന്നു പറയുന്നതുകൊണ്ട് ആർക്കും ഒരു വിഷമം തോന്നരുത്. ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറിൽ അമ്മ ഇവിടെ നിർത്തുന്നത് ശരിയായിരിക്കില്ല. ആന്റി, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വളർന്നവരാ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അയ്യോ മക്കളെ, 2 കുടുംബങ്ങൾ തമ്മിൽ വെറുതെ വഴക്ക് വേണ്ട. ഞാനിവിടെ കിടന്നോളാം, ഒരു കുഴപ്പമില്ല. അയ്യോ അതെ, അമ്മ ഇവിടെ താമസിച്ചോട്ടെ. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷാവും. അയ്യോ പക്ഷെ അമ്മ എവിടെ കിടക്കും? അയ്യോ ഞാൻ എവിടെയെങ്കിലും കിടക്കാം. പാതി മുങ്ങിയാ പിന്നെ കുളിരില്ലല്ലോ. നിങ്ങള് പൊയ്ക്കോ. അമ്മേ, അമ്മ ഓക്കെ ആണല്ലോ? എന്തായാലും മമ്മി അങ്കിളും പൊക്കോ. അച്ഛമ്മയുടെ ഡ്രസ്സും കഴിക്കുന്ന മരുന്നുകളും ഒക്കെ ഡ്രൈവറിന്റെ കൊടുത്തയച്ചാ മതി. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അയ്യോ വീഴാതെ നോക്കണേ. ആ പടിയിൽ ഇറങ്ങുമ്പോ അവിടെ വഴുക്കലുണ്ട്. അയ്യോ എന്റെ അമ്മ. ശരി. ബാലു, ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. അയ്യോ മോളെ, മോള് ചെല്ല്. അച്ഛമ്മന്റെ കാര്യമല്ല, ഞാൻ നോക്കിക്കോളാം. ബാലു, നിങ്ങൾ ഓഫീസിലേക്ക് പോ. അയ്യോ അച്ഛമ്മേ, ഞങ്ങൾ ഇറങ്ങാ. മോള് പോയിട്ട് വാ. എന്റെ നടുവൊടിഞ്ഞ്. അയ്യോ അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? അയ്യോ അയ്യോ എനിക്ക് കൊറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരും എന്റെ അമ്മോ. എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. അയ്യോ അയ്യോ എന്റെ അമ്മോ. അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. പോയി അവളെ അങ്ങ് ചവിട്ടി കൂട്ടും.
ചാവട്ടെ അവള്. അവള് ചാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചാവുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങൾ നടത്തണം. അതിനവൾ അടുക്കുന്നില്ലല്ലോ. എന്റെ സ്വഭാവം മാറിയ ഞാൻ അവളെ വെട്ടി ദുർക്കും. ആ, എത്ര പ്രാവശ്യം പറഞ്ഞതാ, ചൂടാകേണ്ട അവസരമല്ല ഇത്. നമ്മുടെ 2 കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അവള് തന്നെ വിചാരിക്കണം. ഒന്ന്, അവള് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടണം. ചേട്ടനുമായിട്ടുള്ള ഡിവേഴ്സ് പേപ്പർ ഒപ്പിട്ട ശേഷം നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. പിന്നെ ഈ അസുഖത്തിന്റെ പ്രതിവിധി, അത് മക്കള് തന്നെ സഹായിക്കണ്ടേ? എന്തായാലും മക്കളെ സംബന്ധിച്ച് അവരുടെ അച്ഛൻ മരിച്ചുപോയ ആളാ. ചേട്ടനെ അവർക്കറിയില്ല. അപ്പോൾ സുധാമണിയോട് ചേട്ടന്റെ അസുഖത്തിന്റെ തീവ്രത അറിയിക്കണം. ചേട്ടന്റെ DNA ഉള്ള ആളിന്റെ മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ 6 മാസത്തിനകം മരണം സംഭവിക്കുമെന്ന് അവളെ അറിയിക്കണം. അവളിലൂടെ ചേട്ടൻ കുട്ടികളിലേക്ക് ചെല്ലണം. ആ, അവൾ ഇനിയും വലിയ ആള് കളിക്കാൻ നിന്നാൽ ഞാൻ ബാലുവിനെയോ സാഗറിനെയോ മീനാക്ഷിയോ തട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഡോക്ടറിനെ സ്വാധീനിച്ച് മജ്ജ മാറ്റിവെക്കും. ആരെ കൊന്നിട്ടായാലും ശരി, എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ അങ്ങനെ മരിക്കില്ല. മരിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കത്തുമില്ല. ചേട്ടൻ പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ചേട്ടൻ പറഞ്ഞതുപോലെ സുധാമണി അടുക്കുന്നില്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുവരാം. പക്ഷേ അതിനു മുമ്പ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വഴികൾ നോക്കണം. കണ്ണീരിലും സ്നേഹത്തിലും വീഴ്ത്താൻ നോക്കണം. അവളുടെ ഹൃദയം മനഃപൂർവ്വം കല്ലായതുപോലെ അഭിനയിക്കുക. യഥാർത്ഥത്തിൽ അവളുടെ നെഞ്ചിൽ സ്നേഹമാ. ആ സ്നേഹം മുതലാക്കാൻ ഒരു ശ്രമം കൂടി ഞാൻ നടത്തും. അതിനും അടുത്തില്ലെങ്കിൽ ഈ ചുമ കാണുമ്പോ പേടിയാവുന്ന ഏട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തണം. ചികിത്സ കഴിഞ്ഞ കാനഡയിലേക്ക് പോവുകയും വേണം. അവളെ സ്വാധീനിക്കാനുള്ള അടുത്ത നീക്കം എത്രയും പെട്ടെന്ന് നടത്തണം. എടീ സുധാ, മണി, ചായയിലെ പാലും പഞ്ചസാര എത്രയും കൂട്ടിയിട്ടു. എനിക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒന്നുമില്ല. ശരി അമ്മേ. ശരി ഉമ്മ. അമ്മേ, അയ്യോ, എന്റെ അമ്മോ, എന്തൊരു പിടുത്തപ്പാ. അയ്യോ എന്റെ അമ്മോ, അയ്യോ എന്റെ അമ്മേ. എന്തു പറ്റി അച്ഛമ്മേ? ആ ബെസ്റ്റ്. അയ്യോ, ഞാൻ രാവിലെ വന്നതും കുളിമുറിയില് നടുവടിച്ച് വീണതും ഒന്നും അറിഞ്ഞില്ലല്ലേ. അയ്യോ, ഇതാരും നിങ്ങളെ അറിയിച്ചില്ലല്ലേ. അയ്യോ, ആ മരുമോടെ വീട്ടുകാർക്ക് ഇത്രയേ ഉള്ളൂ വില. അവര് സ്കൂളിലായിരുന്നില്ലേ അമ്മേ? അതിന് ആരെങ്കിലും അയച്ച് ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തണമായിരുന്നു. നിസ്സാര കാര്യമാണോ ഞാൻ നടുവും കുത്തി വീണത്? അയ്യോ, അച്ഛമ്മ കുളിമുറി പോയപ്പോ ഒന്ന് തെന്നി വീണു. നടക്കാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി എന്ന് ഞാൻ പറഞ്ഞു. അടിപൊളി. ഇവിടെ താമസിച്ചാ സുഖം കിട്ടുമല്ലേ? നല്ല സുഖം തന്നെ കിട്ടും. സുഖവാസ കേന്ദ്രമല്ലേ? ഊട്ടി തോറ്റു പോവും. അമ്മ ചായ കുടിക്ക്. ഇതെന്തോന്ന്? അത് കപ്പ്. കപ്പല്ല, കുപ്പ്. എടാ കപ്പ്, നിന്റെ കണ്ണിൽ എന്തോന്ന് പൊടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇത് തുടക്കലും കഴിവലും ഒന്നും ഇല്ലേ? അയ്യോ, കപ്പ് കഴുകിയതാണല്ലോ അമ്മേ. ആ കയ്യിലെ അഴുക്കും കൂടി നീ പറ്റി. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അത് ശരി, ഒച്ച എടുക്കുന്നോടാ.